എല്ലാവർക്കും നമസ്കാരം. ഓം ഭദ്രം കർണേഭിഃ ശൃണുയാമദേവാ ഭദ്രം പശ്യേമാക്ഷഭിര്യജത്രാ സ്ഥിരൈരംഗൈസ്തുഷ്ടവാംസസ്തനൂഭിः വ്യശേമദേവഹിതം യദായു ഭദ്രം നോ അഭിവാദയമനഃ. ഓം ശാന്തി ശാന്തി ശാന്തി. മാണ്ഡൂക്യ ഉപനിഷത്തിലെ മന്ത്രം 6. ഏഷ സർവേശ്വര, ഏഷ സർവജ്ഞ, ഏഷോ അന്തർയാമ്യേഷ യോനി സർവസ്യ പ്രഭവാപ്യയോ ഹി ഭൂതാനാം. ഏഷ ഇവൻ, സർവേശ്വര സർവേശ്വരനാകുന്നു, എല്ലാ ഭേദജാതത്തിനും ജീവജാലങ്ങൾക്കും ഈശ്വരനാകുന്നു. ഏഷ ഇവൻ സർവജ്ഞ, എല്ലാം അറിയുന്നവനാകുന്നു. ഏഷ ഇവൻ അന്തർയാമി, എല്ലാത്തിൻ്റെയും ഉള്ളിൽ പ്രവേശിച്ച് അവയെ നിയന്ത്രണം ചെയ്യുന്നവൻ ആകുന്നു, എല്ലാത്തിൻ്റെയും ഉള്ള് അറിയുന്നവനാകുന്നു. ഏഷ ഇവൻ സർവസ്യ, സർവത്തിൻ്റെയും യോനി, ഉദ്ഭവസ്ഥാനവും, ഭൂതാനാം ഭൂതങ്ങളുടെ പ്രഭവാപ്യയോ പ്രഭവവും ഉൽപ്പത്തിസ്ഥാനവും, അപ്യയ ലയസ്ഥാനവും ആകുന്നു. ആദി ദൈവികത്തോടു കൂടിയ എല്ലാ ഭേദസമൂഹങ്ങൾക്കും ഈശ്വരസ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇവൻ തന്നെയാകുന്നു. അല്ലാതെ മറ്റുള്ളവർ പറയുന്നത് പോലെ മറ്റൊരു ജാതി അല്ല. പ്രാണബന്ധനം ഹി സൂക്യ മനസ്സ് എന്ന് പറയുന്ന ജീവചൈതന്യം പ്രാണൻ എന്ന് പറയുന്ന പരബ്രഹ്മത്തിൽ പര്യവസാനിക്കുന്നതാകുന്നു എന്ന് ശ്രുതിയുണ്ട്. എല്ലാ അവസ്ഥാഭേദങ്ങളോടും കൂടി സർവത്തെയും അറിയുന്നത് ഇവൻ തന്നെയാകയാൽ ഇവൻ സർവജ്ഞൻ എന്ന് പറയപ്പെടുന്നു. സർവഭൂതങ്ങളുടെയും ഉള്ളിൽ അനുപ്രവേശിച്ച് അന്തർയാമിയായി അവയെ നിയന്ത്രണം ചെയ്യുന്നവനും ഇവൻ തന്നെ. ഇപ്രകാരം സർവേശ്വരനും സർവജ്ഞനും സർവ അന്തർയാമിയും ആയതുകൊണ്ട് തന്നെ ഇവൻ സർവത്തിനും ഉദ്ഭവസ്ഥാനവും ആകുന്നു. സ്ഥൂല സൂക്ഷ്മ ഭേദങ്ങളോടുകൂടിയ ഈ ജഗത്ത് മുഴുവൻ, ലോകം മുഴുവൻ ഇവനിൽ നിന്നാണ് ഉണ്ടാകുന്നതെന്ന് സാരം. മേൽപ്പറഞ്ഞ ഹേതുക്കളാൽ ഭൂതങ്ങളുടെ ഉത്ഭവസ്ഥാനവും ലയസ്ഥാനവും ഇവൻ തന്നെയാകുന്നു എന്ന് സാരം. ബഹിഷ്പ്രാജ്ഞോ വിഭുർവിശ്വോ ഹ്യന്തഃപ്രാജ്ഞ പ്രാജ്ഞസ്തു തേജസ ഘനപ്രജ്ഞസ്തഥാ പ്രാജ്ഞ ഏക ഏവ ത്രിധാ സ്മൃത. ഇവിടെ മാറി മാറി 3 സ്ഥാനങ്ങളിൽ സ്ഥിതി ചെയ്യുന്നതുകൊണ്ടും ആ ഞാൻ എന്നിങ്ങനെ സ്മൃതി കൊണ്ടും പ്രതിസന്ധാനം ചെയ്യുന്നതുകൊണ്ടും ആത്മാവ് സ്ഥാനത്രയത്തിൽ നിന്ന് വേറെയാണെന്നും ഏകനാണെന്നും ശുദ്ധനാണെന്നും അസംഗനാണെന്നും സിദ്ധിക്കുന്നു എന്നാണ് പറയുന്നത്. കാരികയിൽ ആത്മാവിന് ചൈതന്യം പോലെ സ്ഥാനത്രയവും സ്വാഭാവികമാണെങ്കിൽ അതും ചൈതന്യം പോലെ പെരുമാറേണ്ടതാണ്. എന്നാൽ സ്ഥാനത്രയം ആത്മാവിനെ വ്യഭിചരിക്കുന്നുണ്ട് താനും. ജാഗ്രത അവസ്ഥയിൽ സ്വപ്നസുഷുപ്തങ്ങളും സ്വപ്നാവസ്ഥയിൽ ജാഗ്രസുഷുപ്തങ്ങളും സുഷുപ്താവസ്ഥയിൽ ജാഗ്രസ്വപ്നങ്ങളും ആത്മാവിന് കാണുന്നില്ല എന്ന് മാത്രമല്ല, ഇവ ചിലപ്പോൾ മുറയ്ക്കും ചിലപ്പോൾ മുറതെറ്റിയും വരുന്നതായി കാണുന്നുമുണ്ട് എന്നും പറയുന്നു. അതിനാൽ ആത്മാവ് ഈ 3 സ്ഥാനങ്ങളിൽ നിന്നും വേറെയാണെന്ന് പറയുകയാണ്. ഉറങ്ങിയ ഞാൻ തന്നെയാണ് ഇപ്പോൾ ഉണർന്നിരിക്കുന്നത് എന്നുള്ള അനുസന്ധാനം കൊണ്ട് ആ ആത്മാവ് വേറെയല്ല, ഒന്ന് തന്നെ എന്നും പറയാം. അത് തന്നെ ഇതെന്നുമുള്ള ഏകത്വാനുസന്ധാനത്താൽ ഘടാദികളിൽ ഏകത്വം നമുക്കിഷ്ടമാണ്. ധർമ്മം അധർമ്മം രാഗം ദ്വേഷം മുതലായവയെല്ലാം അവസ്ഥാധർമ്മങ്ങളായതുകൊണ്ട് ശുദ്ധത്വവും സിദ്ധിക്കുന്നു. സംഘവും വേദ്യമായതുകൊണ്ട് അവിദ്യാധർമ്മമാണെന്ന് അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതിനാൽ അതിൽ നിന്ന് വേറെയായ അതിൻ്റെ ദൃഷ്ടാവിന് അസംഗത്വവും ചേരുന്നു തന്നെ. ഇപ്രകാരം യുക്തി കൊണ്ട് സിദ്ധിക്കുന്ന ഈ അർത്ഥത്തിന് ശ്രുതിയിൽ മഹാമത്സ്യാദി ദൃഷ്ടാന്തം പറയുന്നുണ്ട്. അപ്രഗമ്യഗതിയും അതിബലിഷ്ഠവും മഹത്വമായ തിമി എന്ന മത്സ്യം നദിയുടെ പ്രവാഹത്തിൽ കൂടി നദിയുടെ 2 കരയ്ക്കും അടുത്ത് മാറി മാറി സഞ്ചരിക്കുന്നു.
ഒരു കരയുടെ സമീപത്ത് സഞ്ചരിക്കുമ്പോൾ മറ്റേ കരയുടെ സമീപത്തിൽ ഇല്ല. അതുകൊണ്ട് മത്സ്യം രണ്ട് കരയിൽ നിന്നും വേറെയാണെന്ന് നമുക്കറിയാം. രണ്ട് കരയ്ക്കുമുള്ള ഗുണങ്ങളും ദോഷങ്ങളും അതിന് പറ്റുന്നതുമില്ല. അതിനൊരു തടസ്സവും ഇല്ല. നീങ്ങാൻ വേണ്ടി മുമ്പോട്ട് നീങ്ങാനോ പിറകോട്ട് മാറാനോ ഒന്നും, വശങ്ങളിലേക്ക് പോകാനോ ഒന്നും ഒരു തടസ്സവുമില്ല. പരുന്തോ ഗരുഡനോ ആകാശത്തിൽ സഞ്ചരിക്കുമ്പോൾ ഒരു തടസ്സവും വരുന്നില്ലല്ലോ. ഇതുപോലെ തന്നെ ഈ ആത്മാവും 3 സ്ഥാനങ്ങളിലും മാറി മാറി സഞ്ചരിക്കുകയാകയാൽ ആ സ്ഥാനങ്ങളിൽ നിന്നും വ്യതിരിക്തനും ഏകനും ശുദ്ധനും അസംഗനുമാണെന്ന് അംഗീകരിക്കുന്നത് ന്യായം തന്നെയാണെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ 3 സ്ഥിതികളും വൈശ്വാനരൻ, തൈജസൻ, പ്രാജ്ഞൻ എന്നീ സ്ഥിതികളിൽ ഉണ്ടാകുമ്പോഴും ആ സ്ഥിതികളിലുള്ള ആത്മാവ് വേറെ വേറെ അല്ല, ഒന്ന് തന്നെയാകുന്നു. ഈ ആത്മാവ് തന്നെ സർവേശ്വരനാകുന്നു, എല്ലാം അറിയുന്ന സർവജ്ഞനാകുന്നു, എല്ലാത്തിനും അന്തർയാമിയാകുന്നു, എല്ലാത്തിനും ഉത്ഭവസ്ഥാനവും ഉൽപ്പത്തിയും